ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. 2024-25 SSGDക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്കും 2026 വരാൻ പോകുന്ന SSGDക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്കും വേണ്ടിയുള്ള ഒരു ഹാപ്പി ന്യൂസാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതായത് MHAയിൽ നിന്നും ഔട്ടായ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് ആണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അതും നിങ്ങളുടെ വേക്കൻസി ഇൻക്രീസ് ആയ അപ്ഡേറ്റ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാൻ നിങ്ങൾ ഫുൾ കാണുക. ഈ ഒരു വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും. 2023-24 വേക്കൻസി ഇൻക്രീസിന്റെ അപ്ഡേറ്റും 24-25 അപ്ഡേറ്റും വരാൻ പോകുന്ന SSGയുടെ 2026 അപ്ഡേറ്റും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ കാണുക. ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയാണെന്നുണ്ടെങ്കിൽ പരമാവധി നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക. ഒരു ഡിഫൻസ് ജോബാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം റൈറ്റ് സൈഡിലെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാവുന്നതാണ് ഒരു ഡിഫൻസ് ജോബ് കിട്ടുന്നിടം വരെ. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. ഇനി നമുക്ക് ഡീറ്റെയിൽ വീഡിയോ നോക്കാം. മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ അണ്ടറിൽ നിന്ന് ഔട്ടായ ഒഫീഷ്യൽ ലെറ്റർ അനുസരിച്ചിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. 2 ദിവസം മുന്നേ തന്നെ ഈ ഒരു അപ്ഡേറ്റ് എല്ലാം ഔട്ടായിരുന്നു. 2024-25 SSGDക്ക് തയ്യാറെടുക്കുന്ന എല്ലാ കുട്ടികളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, കുട്ടികളെ നിങ്ങളുടെ വേക്കൻസി ഡെഫിനറ്റ്ലി ഇൻക്രീസ് ആവുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു എക്സാമിന് വേണ്ടി നല്ലപോലെ പ്രിപ്പറേഷൻ ചെയ്തിരിക്കണം. നിങ്ങളുടെ സെലക്ഷൻ ടോട്ടലി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ എക്സാമിന് നിങ്ങൾ എത്ര മാർക്ക് സ്കോർ ചെയ്ത് എന്നതനുസരിച്ചിട്ടാണ്. അതുകൊണ്ട് നല്ലപോലെ നിങ്ങളുടെ എക്സാമിന് പ്രിപ്പറേഷൻ ചെയ്യുക. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നിങ്ങളിവിടെ ഈ കാണുന്ന ഈ ഒരു പേപ്പർ ന്യൂസ് അനുസരിച്ച് എന്തായാലും നിങ്ങളുടെ വേക്കൻസി എന്താണ് 1 lakhന് എബോവ് ഉടനെ വരുന്നതായിരിക്കും. അതിന് ഡീറ്റെയിൽഡ് കാര്യങ്ങൾ ഈ ഒരു വീഡിയോയുടെ അവസാനം വരെ നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാൻ പറ്റുന്നതായിരിക്കും. അതേപോലെ തന്നെ ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇതിൽ പറഞ്ഞിരിക്കുന്ന അപ്ഡേറ്റ് അനുസരിച്ച് 2025-26 CAPFന്റെ എല്ലാ ഫോഴ്സിലേക്കും, CAPF എന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്ന ഫോഴ്സുകളാണ് CRPF വരും, CISF വരും, BSF വരും, ITBP വരും, പിന്നെ SSB വരും, പിന്നെ NIA വരും. ഇതെല്ലാം വരുന്നത് എന്താണ്? ഈ പറയുന്ന CAPFന്റെ അണ്ടറിലാണ്. ഈ എല്ലാ ഫോഴ്സിലേക്കും വേക്കൻസി എന്താണ് കൂട്ടാൻ പോവുകയാണ്. അതും വേക്കൻസിയുടെ ലിമിറ്റും പറഞ്ഞിട്ടുണ്ട് ആൾറെഡി ഈ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റിൽ തന്നെ. അതായത് 1 lakhന് എബോ കൊണ്ടുവരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എബോ 1 lakh വേക്കൻസിയാണ് വരാൻ പോകുന്നത് എന്നതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം ഇവിടെ വേക്കൻസി എത്രയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് പോസ്റ്റുകൾ ആൾറെഡി വേക്കൻ്റ് ആണ്. ഒത്തിരി പേരെന്നാണ് എല്ലാ വർഷവും പെൻഷൻ പോകുന്നുണ്ട്, മറ്റ് പല റീസണാലും ഔട്ടാകുന്നുണ്ട്. അതേപോലെ തന്നെ ഒത്തിരി കുട്ടികൾ ട്രെയിനിങ് ചെയ്തിട്ട് അടുത്ത പോസ്റ്റിലേക്ക് പോകുന്നുണ്ട്. അതനുസരിച്ചിട്ട് എന്താണ് അവിടെ ഓരോ പോസ്റ്റിലും എന്താണ് വേക്കൻസിയും വരുന്നുണ്ട്. ആ ഓരോ പോസ്റ്റിലും വരുന്ന വേക്കൻസിയും ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നോക്ക്, CRPFിലാണെന്നുണ്ടെങ്കിൽ 33,000+ പോസ്റ്റ് വേക്കൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ CSF ആണെന്നുണ്ടെങ്കിൽ 31+ നിങ്ങൾക്ക് കാണാം. പിന്നെ BSF ആണെന്നുണ്ടെങ്കിൽ 12,000+ കാണാം നിങ്ങൾക്ക്. പിന്നെ ITBP നിങ്ങൾക്ക് ഇവിടെ കാണാം. എല്ലാത്തിൻ്റെ അപ്ഡേറ്റ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇതനുസരിച്ച് നമുക്കറിയാൻ പറ്റുന്ന അപ്ഡേറ്റ് എന്താണ്? ഡെഫിനറ്റ്ലി നിങ്ങളുടെ വേക്കൻസി ഇനിയും അപ്ഡേറ്റ് ആകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ 2025-26 കലണ്ടറും ആൾറെഡി അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അവിടെയും നല്ലൊരു വേക്കൻസി വരുന്നതായിരിക്കും. ഇനി ഇത് നല്ലപോലെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. എങ്ങനെയാണ് ഈ വേക്കൻസി കൂടുന്നത്, ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൂടുന്നത്, അതിൻ്റെ കാൽക്കുലേഷൻ എന്താണ്, എല്ലാം ഞാൻ പറഞ്ഞുതരാം ഈ ഒരു 1 lakh വേക്കൻസിയുടെ അപ്ഡേറ്റ് അനുസരിച്ച്. കുട്ടികളെ, ആന ഡിഫൻസ് അക്കാഡമിയിൽ SSGD 2025 ഓൺലൈൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. കോഴ്സ് ഫീസ് ഇതാണ്. അതേപോലെ തന്നെ ആന ഡിഫൻസ് അക്കാഡമിയിൽ ടിയർ റാലിക്ക് വേണ്ടിയിട്ടുള്ള, അതായത് ടിയർ റാലിയിൽ ഫിസിക്കൽ പാസ്സായ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇനി ഇവരുടെയൊക്കെ മുന്നിൽ ഒരു ഫേസ് മാത്രമാണുള്ളത്, അതായത് റിട്ടേൺ എക്സാം മാത്രമാണുള്ളത്. ഈ റിട്ടേൺ എക്സാം പാസ്സാൽ ഇവർക്ക് ജോലി കിട്ടുന്നതായിരിക്കും. ഇതിൻ്റെയും ഓൺലൈൻ ക്ലാസ്സുകൾ ഇവിടെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ 2025 ആർമി GD ട്രേഡ്സ്മാൻ ടെക്നിക്കൽ ഓഫീസ് അസിസ്റ്റന്റ് NI എന്നീ ട്രേഡിന്റെയും ഓൺലൈൻ ക്ലാസ്സുകൾ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. ഇനി നമുക്ക് ഡീറ്റെയിൽഡ് കാര്യങ്ങളിലോട്ട് പോകാം. 2023-24 മുതലുള്ള വേക്കൻസിയുടെ അപ്ഡേറ്റ് ആണ് ഞാൻ പറയുന്നത്. ഇവിടെ ഞാൻ പ്രോപ്പർ ഫിഗർ വാല്യൂ ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇതിനെക്കാട്ടിയും പ്ലസ് വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. മനസ്സിലായി? പ്രോപ്പർ ഫിഗർ വാല്യൂ ആണ് ഞാൻ ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. 2023-24 കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ 26,000+ വേക്കൻസി ആയിരുന്നു വന്നിരുന്നത്. പക്ഷേ അതിനുശേഷം, അതായത് എക്സാം കഴിഞ്ഞതിന് ശേഷമാണ് എന്താണ് പിന്നെ 20,000 വേക്കൻസിയുടെ ആഡായി ടോട്ടൽ ഇപ്പോൾ വേക്കൻസി എന്ന് പറയുന്നത് 46,000+ ആണ്. പിന്നെ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം, എക്സാമിന് പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ എല്ലാ കുട്ടികളും കാണിക്കുന്ന മിസ്റ്റേക്ക് എന്താണ്? എക്സാമിന് നല്ലപോലെ പ്രിപ്പറേഷൻ ചെയ്യത്തില്ല, എന്നിട്ട് എങ്ങനെയെങ്കിലും എന്താണ് ബോർഡർ ലൈനിൽ പാസ്സാവും. എക്സാം കഴിഞ്ഞിട്ടാണ് നമുക്ക് അറിയാൻ പറ്റുന്നത് എന്താണ് നമ്മുടെ വേക്കൻസി കൂടിയിരിക്കുന്നതെന്ന്. അപ്പോഴാണ് പിന്നെ ആ കുട്ടി എന്താണ് വിചാരിക്കുന്നത്, അയ്യോ വേക്കൻസി ഇത്രയായി, അതായത് 50,000 60,000 ആയി, നേരത്തെ ഞാൻ പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് ഈ തവണ ജോലി കിട്ടിയേനെന്ന്. അതുകൊണ്ട് എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ള എന്താണ്, ഈ തവണയും എന്തായാലും വേക്കൻസി കൂടുന്നതായിരിക്കും. നിങ്ങൾ നല്ലപോലെ പഠിക്കുക. നിങ്ങളുടെ വേക്കൻസി കൂടിയെന്ന് നിങ്ങൾ അറിയുന്ന എപ്പോഴായിരിക്കും? എക്സാമിന് ശേഷമായിരിക്കും. അപ്പോൾ എല്ലാം കഴിഞ്ഞ് കാണും, നിങ്ങൾ ആൾറെഡി ലേറ്റായി കാണും. മനസ്സിലായ? അതുകൊണ്ട് എക്സാമിന് മുന്നേ നിങ്ങൾക്ക് ഒരിക്കലും അറിയാൻ പറ്റത്തില്ല നിങ്ങളുടെ വേക്കൻസി കൂടിയെന്ന്.
എക്സാമിന് ശേഷമേ നിങ്ങൾക്ക് ഒഫീഷ്യലായിട്ട് അറിയാൻ പറ്റത്തുള്ളൂ. ക്ലിയർ ആയാലോ? കഴിഞ്ഞ തവണ ഞാൻ ഇതേ രീതിയിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതേ കണക്ക് തന്നെ വേക്കൻസിയും ഇൻക്രീസ് ആയിട്ടുണ്ടായിരുന്നു. ക്ലിയർ? ഇനി 2024-25 അപ്ഡേറ്റ് നമുക്ക് നോക്കാം. 2024-25 വേക്കൻസി എത്രയാണ്? 40,000 പ്ലസ്, അതായത് 39,000 പ്ലസ് വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. ഇത്രയും വേക്കൻസി ആൾറെഡി ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം, ആൾറെഡി പറഞ്ഞിരിക്കുന്ന എത്ര വേക്കൻസിയാണ്? 1 lakh വേക്കൻസി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ 1 lakh വേക്കൻസിയിൽ 20,000 വേക്കൻസി എന്താണ് ഇവിടെ ആഡ് ആയി? എന്താണ്? 20,000 വേക്കൻസി ഇവിടെ ആഡ് ആയി. ഇവിടെ എത്രയായി? 40,000 വേക്കൻസി ആഡ് ആയി. അപ്പോൾ ആ ഒരു 1 lakhൽ നിന്ന് എന്താണ് അറൗണ്ട്ലി 60,000 വേക്കൻസി എന്നാണ് ആൾറെഡി ആഡ് ചെയ്ത് കഴിഞ്ഞവർ. മനസ്സിലായോ നിങ്ങൾക്ക്? 60,000 വേക്കൻസി എന്നാണ് ആൾറെഡി അവർ ആഡ് ചെയ്ത് കഴിഞ്ഞ്. ക്ലിയർ ആയാലോ? ഇനി നമുക്ക് നോക്കാം, ഈ പറയുന്ന 1 lakh വേക്കൻസിയിൽ നിന്നും 60,000 വേക്കൻസി റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എത്ര വേക്കൻസിയാണ് വരുന്നത്? 40,000 വേക്കൻസി. അതായത് 40,000 വേക്കൻസി ഇപ്പോഴും വേക്കൻ്റ് ഉണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ വർഷവും എന്താണ്? പെൻഷനും ഇറങ്ങുന്നുണ്ട്. മനസ്സിലായേ? എല്ലാ വർഷവും CAPF സോൾജേഴ്സ് എന്താണ്? പെൻഷനും വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതിൽ കൂടുതൽ എന്താണ്? അപ്പോൾ എന്തായാലും ഇതിൽ കൂടുതൽ വേക്കൻസി ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായല്ലോ. ഇവിടെ 20,000 വേക്കൻസി ആഡ് ചെയ്തു, ഇവിടെ 40,000 എന്താണ് ആൾറെഡി ഇപ്പോൾ വന്ന്, അതനുസരിച്ച് 60,000, അതിൽ നിന്ന് മൈനസ് ചെയ്യുമ്പോൾ 40,000. അപ്പോൾ ഇനി എന്തായാലും 40ൽ നിന്ന് പ്ലസ് വേക്കൻസി വരുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി നോക്കാം, 2024-25 വേക്കൻസി എത്രയായിരുന്നു? 39,000 പ്ലസ് ആണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഇതിൻ്റെ വേക്കൻസി എന്ന് പറയുന്നത് എൻ്റെ ഒരു ഐഡിയയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും 50 to 60K അടുത്ത് എന്തായാലും വേക്കൻസി വരുന്നതായിരിക്കും. നിങ്ങളിപ്പോൾ എക്സാം എഴുതാൻ പോകുന്നതിൻ്റെയാണ് കാര്യം ഞാൻ പറയുന്നത്. ഇതിൻ്റെ വേക്കൻസി എന്തായാലും 50-60K അടുത്ത് വരുന്നതായിരിക്കും. അതായത് ഇതിനെക്കാട്ടിയും എന്തായാലും ഒരു 10 അല്ലെങ്കിൽ ഒരു 20K, അതായത് 20,000 വരെ വേക്കൻസി കൂടുന്നതായിരിക്കും. അപ്പോൾ ഡെഫിനറ്റ്ലി അടുത്ത നോട്ടിഫിക്കേഷൻ വരുമ്പോൾ എന്താണ്? ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇതേ രീതിയിൽ തന്നെ, അതായത് 2025-26 നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും ഒരു 30-40 ഇടയ്ക്ക് വേക്കൻസി. മനസ്സിലായി? അതായത് 30,000 അല്ലെങ്കിൽ 40,000 അടുത്ത് വേക്കൻസി. ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായാലും എല്ലാ കാര്യങ്ങളും. ആ ഒരു 1 lakh വേക്കൻസിയുടെ അപ്ഡേറ്റിനെ കുറിച്ച് 2-3 കുട്ടികൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. സാർ, ഈ ഒരു 1 ലക്ഷം വേക്കൻസി എന്ന് പറയുന്നത് എങ്ങനെയാണ് അവർ അത് പറയുന്നത്, അതിൻ്റെ അപ്ഡേറ്റ് എന്താണ് എന്നതിനെ കുറിച്ചൊക്കെ. അതിന് ഡീറ്റെയിൽഡ് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. എന്തായാലും 2024-25 വേക്കൻസി കൂടുന്നതായിരിക്കും. അതുപോലെ തന്നെ 2025-26 ആ ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അതിൽ എന്തായാലും നിങ്ങളുടെ വേക്കൻസി ഒരു 30 or 40K അടുത്ത് കാണുന്നതുമായിരിക്കും. അപ്പോൾ കുട്ടികളെ, നിങ്ങളും 2024-25 SSGDക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലപോലെ നിങ്ങൾ പഠിക്കുക. ഡെഫിനറ്റ്ലി വേക്കൻസി ഇൻക്രീസ് ആവുന്നതായിരിക്കും. നിങ്ങൾക്കും 2025 പാരാമിലിറ്ററിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന്. നിങ്ങളും ഇതുവരെ എങ്ങും കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും ഒരു ഡിഫൻസ് ജോബാണ് നിങ്ങൾ ആഗ്രഹം എന്നുണ്ടെങ്കിലും ധൈര്യമായിട്ട് നിങ്ങൾക്ക് ആന ഡിഫൻസ് അക്കാഡമിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇവിടെ നിന്ന് എല്ലാ ഡിഫൻസ് ഫോഴ്സിൻ്റെയും ഫിസിക്കൽ ട്രെയിനിങ്ങും അതുപോലെ തന്നെ റിട്ടേൺ ക്ലാസ്സുകളും ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പരമാവധി ഷെയർ ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു ഡിഫൻസ് ജോബ് കിട്ടുന്നിടം വരെ. അപ്പോൾ നമുക്ക് വേറെ ഇവിടെ നെക്സ്റ്റ് വീക്കിൽ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.